നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രാഗിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കണ്ടത് വെൻസസ്ലാ സ്ക്വയർ, അതിനൊരു ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത്തവണ പ്രാഗിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാം. പ്രാഗിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓൾഡ് ടൗൺ സ്ക്വയർ. ഓൾഡ് ടൗണും അതിന് ചുറ്റിപ്പറ്റിയുള്ള ബിൽഡിങ്ങുകളും അതിന് നടുക്കൊരു സ്ക്വയറും വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കിപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയി അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് കാണാം. അതുകൂടാതെ തന്നെ പ്രാഗിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് ഇതെല്ലാം കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ പ്രാഗിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഒരു തവണ റൈഡിന് ടിക്കറ്റ് ഉണ്ട്, ഒരു ദിവസത്തെ ടിക്കറ്റ് ഉണ്ട്, 3 ദിവസത്തെ ടിക്കറ്റ് ഉണ്ട്, ഒരു മാസത്തെ ടിക്കറ്റ് ഉണ്ട്. സോ നമ്മൾ എത്ര ദിവസം ഇവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ആ ടിക്കറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉപയോഗിച്ച് ഇവിടുത്തെ പബ്ലിക് ബസ്സുകളിൽ, ട്രാമിൽ, മെട്രോയിൽ, ഫെറി എല്ലാം ഉപയോഗിക്കാൻ പറ്റും. സോ പബ്ലിക്കായിട്ടുള്ള എല്ലാ ട്രാൻസ്പോർട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ടൂറിൻ്റെ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് അല്ലെങ്കിൽ ടാക്സിയൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നല്ല കാശാണ്. ഇവിടെ ടൂറിസ്റ്റുകളെ സ്കാം ചെയ്യാൻ വേണ്ടി തന്നെ നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ടാക്സിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഊബറോ പോലത്തെ അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കാതെ നേരിട്ട് ടാക്സി പിടിക്കരുത്. അവർ നിങ്ങളെ നല്ല രീതിയിൽ കൊന്ന് കാശ് കൊണ്ടുപോകും. അപ്പോൾ പ്രാഗിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എങ്ങനെ ടിക്കറ്റ് എടുക്കാം? ഈ കാണുന്നതാണ് ടിക്കറ്റ് മെഷീൻ അല്ലെങ്കിൽ ടിക്കറ്റ് കൺസോൾ. ഇതിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് ഇട്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാം. സോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓപ്ഷൻ ഉണ്ട്, വേറെ ഭാഷയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇതിൻ്റെ ഉള്ളിൽ ബൈ ടിക്കറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ടിക്കറ്റാണ്. 30 മിനിറ്റ് ടിക്കറ്റ്, 90 മിനിറ്റ് ടിക്കറ്റ്, 24 മണിക്കൂർ ടിക്കറ്റ്, 72 മണിക്കൂർ ടിക്കറ്റ്, അതായത് 3 ദിവസത്തെ ടിക്കറ്റ്. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് ടിക്കറ്റാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ടിക്കറ്റ് മേടിക്കാം. സോ ഞാൻ ഒരു 24 മണിക്കൂർ ടിക്കറ്റ് മേടിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് പേ വിത്ത് ക്യാഷ്, പേ വിത്ത് കാർഡ്. സോ പേ വിത്ത് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. സോ നിങ്ങൾ നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്യുക. ഇവിടെ താഴത്തെ കൺസോൾ ഉണ്ട്. സോ കാർഡ് യൂസ് ചെയ്യുക. കാർഡ് യൂസ് ചെയ്തിട്ട് പിന്നടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. വളരെ ഈസിയാണ്. ഇനി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടതാണ് ഇങ്ങനത്തെ കൺസോൾസ് ഉണ്ടോ. ബസ്സിൽ കയറി കഴിഞ്ഞാലോ ട്രാമിൽ കയറി കഴിഞ്ഞാലോ ഇങ്ങനത്തെ കൺസോൾ കാണും. മെട്രോ സ്റ്റേഷനുകളിൽ അകത്തേക്ക് കയറി പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കൺസോൾ കാണും. സോ നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു ദിവസത്തെ ടിക്കറ്റ് ആണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഇതേപോലെ പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യാത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. പഞ്ച് ചെയ്താൽ മാത്രമേ ടിക്കറ്റ് വാലിഡ് ആവുകയുള്ളൂ. സോ നമ്മൾ ഇപ്പോൾ മെട്രോയിൽ കയറാൻ പോവാണ്. മെട്രോയിൽ കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയ സ്ഥലത്ത് നിന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ മെട്രോയിലേക്ക്. പക്ഷെ ഞാനിപ്പോൾ തിരിച്ചെൻ്റെ ഹോട്ടലിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ച് പോകുമ്പോൾ മെട്രോയിൽ കയറി പോകുന്നത്. സോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കേണ്ടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ടിക്കറ്റ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ പഞ്ച് ചെയ്യണം. ഒരു നേരത്തെ ടിക്കറ്റ് ആണെങ്കിൽ പഞ്ച് ചെയ്യാതെ ഉപയോഗിക്കരുത്. ഒരു ദിവസത്തെ ടിക്കറ്റ് ആണെങ്കിലും ആദ്യത്തെ തവണ പഞ്ച് ചെയ്താലേ അത് വാലിഡ് ആവുള്ളൂ. അത് പഞ്ച് ചെയ്യാത്തോളം കാലം ആ ടിക്കറ്റ് വാലിഡ് അല്ല. സോ നിങ്ങൾക്കിപ്പോൾ നാളെ ടിക്കറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഇന്നൊരെണ്ണം മേടിച്ച് കയ്യിൽ വഹിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നാളെ നിങ്ങൾ പഞ്ച് ചെയ്യുന്നത് എപ്പോഴാണോ പഞ്ച് ചെയ്യുന്നത് അത് മുതലാണ് ടിക്കറ്റിൻ്റെ വാലിഡിറ്റി കൗണ്ട് ചെയ്യുള്ളൂ.
നേരത്തെ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടുത്തെ കറൻസി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലേ, ചെക്ക് ക്രൗണാണ് ഇവിടുത്തെ കറൻസി. ഏകദേശം 3.2 ഇന്ത്യൻ റുപ്പിയാണ് ഒരു ചെക്ക് ക്രൗൺ. സോ ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തപ്പോൾ കാണിച്ചു, ഒരു ഡേ പാസ് എന്ന് പറഞ്ഞാൽ 110 ക്രൗണാണ്. 110 ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 350-340 രൂപ വരും ഇന്ത്യൻ റുപ്പി. അതാണ് ഒരു ദിവസത്തെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ വില. ഒരു മറ്റേ സിംഗിൾ ടൈം ടിക്കറ്റ് 24 ക്രൗൺ എന്ന് പറയുന്നത് ഏകദേശം 80 രൂപ അത്രയും വരും. സോ അത് നേരത്തെ പറയാൻ മറന്നതാ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ ടൗണിലാണ്. ന്യൂ ടൗണിൽ നിന്ന് നമ്മൾ ഓൾഡ് ടൗണിലേക്ക് കയറാൻ പോവാണ്. സോ ഈ ന്യൂ ടൗണിനെ ഓൾഡ് ടൗണിനെ ബന്ധിപ്പിക്കുന്നൊരു ഗേറ്റ് ഉണ്ട്. അതിന് പറയുന്ന പേര് പൗഡർ ടവർ എന്നാണ്. അപ്പോൾ ഈ കാണുന്നതാണ് പൗഡർ ടവർ. ഇതൊരു ഗേറ്റിൻ്റെ ആകൃതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ആർച്ച് പോലെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ന്യൂ ടൗണിനെ ഓൾഡ് ടൗണിനെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു ഗേറ്റ്. ഇത് വളരെ പ്രശസ്തമായിട്ടൊരു ഗേറ്റാണ്. ഇതിന് പൗഡർ ടവർ എന്ന് പേര് വരാൻ കാരണം പണ്ട് കാലത്ത് ഇവിടെ ഗൺ പൗഡർ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് 17ാം സെഞ്ച്വറിയിലെ ബൊഹീമിയൻ രാജാക്കന്മാരുടെ സമയത്ത് ഇതുവഴിയാണ് പുതിയ രാജാവ് ഭരണമേക്കാൻ വേണ്ടിയിട്ട് പ്രാഗ് കാസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയാണ് അടുത്താണ് റെസിഡൻസ്. സോ അവിടെ നിന്ന് നടന്ന് ഇതിലൂടെ പോകണം എന്നായിരുന്നു ഒരു ചടങ്ങ് പോലെ ഉണ്ടായിരുന്നത്. ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. ഏകദേശം 90 KC കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഏകദേശം 300 രൂപയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. സോ നമുക്കും ഈ പ്രാഗ് പൗഡർ ടവർ ക്രോസ് ചെയ്ത് ഓൾഡ് ടൗണിലേക്ക് നമ്മൾ കയറാം. സോ നമ്മൾ ന്യൂ ടൗണിൽ നിന്ന് ഓൾഡ് ടൗണിലേക്ക് കയറിയിരിക്കുകയാണ്. ഓൾഡ് ടൗണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ടൗണിൽ ഫുള്ള് ടാറിട്ട റോഡുകളും വീതിയുള്ള റോഡുകളും പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ, ഓൾഡ് ടൗണിലേക്ക് കയറി കഴിയുമ്പോൾ പേവ്മെൻറ്റ്, കല്ല് വിരിച്ച പേവ്മെൻറ്റുകളും അതുപോലെ തന്നെ പഴയ 18ാം നൂറ്റാണ്ട് 17ാം നൂറ്റാണ്ടിലൊക്കെ കെട്ടിടങ്ങൾ, അങ്ങനത്തെയൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പ്രാഗിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. വിൻറ്റേജ് കാറുകളിൽ ടൗൺ മുഴുവനും സവാരി. ഇവിടുത്തെ ലോക്കൽസ് പറയുന്നതനുസരിച്ചിട്ട് ഇത് വെറും തട്ടിപ്പാണ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറാം, നല്ല കാശാണ്. അവർ അരമണിക്കൂറിന് ഏകദേശം 20-30 യൂറോ ഒക്കെ മേടിക്കും. ഈ ഓൾഡ് ടൗണിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെ ഒക്കെ മോച്ചായ മാറുന്നത് ശരിക്കും കാണാൻ പറ്റും. ആ ഒരു പഴയ രാജാക്കന്മാരുടെ കാലത്തിലുണ്ടായിരുന്ന തരം ബിൽഡിങ്ങുകളും സ്റ്റാച്യൂകളും ഒക്കെ ആയിട്ട് വേറൊരു ഫീലാണ് പ്രാഗിൻ്റെ സിറ്റി ഓൾഡ് ടൗണിലേക്ക് കയറുമ്പോൾ. സിറ്റിയിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണിത്. ഈ ബിൽഡിങ്ങിൻ്റെ പേര് ബ്ലാക്ക് മഡോണ എന്നാണ്. ഒരു ക്യൂബൻ സ്റ്റൈൽ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചാണ് ഒരു ബിൽഡിങ്ങാണ്. ഇവിടെ പ്രാഗിൽ ഒരുപാട് ക്യൂബൻ സ്റ്റൈൽ ആർക്കിടെക്ചർ കാണാം. ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് നിർമ്മിച്ച ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഇതേപോലത്തെ ക്യൂബിസ്റ്റ് സ്റ്റൈൽ ആർക്കിടെക്ചർ എന്ന് ഉള്ളത് പറയുന്നത് അതിന്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്ന മഡോണ, ബ്ലാക്ക് മഡോണ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്ലാക്ക് മഡോണ എന്ന് വിളിക്കുന്നത് ആർക്കും അറിയാൻ പാടില്ല. വേറൊരു ടിപ്പായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫേമസ് ആയിട്ട് ഈ ടൂറിസ്റ്റ് വഴികൾ, ഈ വഴികളിലുള്ള റെസ്റ്റോറൻറ്റുകൾ, ഈ വഴികളിലുള്ള കടകൾ, ഇതെല്ലാം ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. എല്ലായിടത്തും നല്ല കാശായിരിക്കും. സോ സെലക്ട് ചെയ്ത് നോക്കി കയറിയില്ലെങ്കിൽ കാശ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മണി എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ്,
എപ്പോഴും നിങ്ങൾ മണി എക്സ്ചേഞ്ച് സെൻറ്ററിൽ കയറുമ്പോൾ 0% റേറ്റ് അങ്ങനെയൊക്കെ വലിയ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും വിശ്വസിച്ച് കയറരുത്. എപ്പോഴും ചെന്ന് നോക്കിയിട്ട് ഗൂഗിളെടുത്ത് നോക്കിയിട്ട് കാണിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് അവർ നല്ല രീതിയിൽ കൊണ്ടുപോകും, ഉറപ്പുള്ള കാര്യമാണ്. അതായത് കണ്ടില്ലേ, പ്രാഗിൽ കൊണ്ടുവന്നിട്ട് തായ് മസാജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഫോറിൻ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാത്രം ഉള്ള കടകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ കയറണോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ടൂറിസ്റ്റ് ട്രെയിലിൽ നിന്ന് മാറി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അകത്തേക്ക് കയറിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റിലുള്ള ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ അടുത്ത് ആ കാണുന്നതാണ് ഓൾഡ് ടൗൺ സ്ക്വയർ. അങ്ങനെ നമ്മൾ നടന്ന് ഓൾഡ് ടൗൺ സ്ക്വയറിലെത്തി. പ്രാഗിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും കമ്പൽസറി ആയിട്ട് വരുന്ന സ്ഥലമാണ്. ഇതാണ് പ്രാഗിൻ്റെ ഹൃദയഭാഗം, പഴയ ടൗൺ. ഇവിടെ ഒരുപാട് മോണുമെൻറ്റ്സും സ്ട്രക്ചറുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. പള്ളികൾ, ക്ലോക്കുകൾ, നടുക്ക് തന്നെ കുറച്ച് മോണുമെൻറ്റ്സ്, എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതിൻ്റേതായ കാലഘട്ടത്തിൽ നിർമ്മിച്ചേക്കുന്ന മോണുമെൻറ്റ്സാണ് ഇതെല്ലാം. ഇതാണ് ഓൾഡ് ടൗൺ സ്ക്വയറിലെ പ്രധാന ആകർഷണം, ആസ്ട്രോണോമിക്കൽ ക്ലോക്ക്. ഈ കാണുന്നത് പഴയ ഓൾഡ് ടൗൺ ഹാളാണ്. ടൗൺ ഹാളിനോട് ചേർത്തുള്ള ആസ്ട്രോണോമിക്കൽ ക്ലോക്കാണ്. ഈ ആസ്ട്രോണോമിക്കൽ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തുള്ളതിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പഴയ ആസ്ട്രോണോമിക്കൽ ക്ലോക്കാണ്. ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല. നിങ്ങൾ ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. ഈ ഓൾഡ് ടൗൺ ഹാളിൻ്റെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ കേട്ടേക്കണേ. സോ നമുക്കൊന്ന് പോയി നോക്കിയാലോ. 100 KC സാധാരണ രീതിയിൽ ഇതിന് മുകളിൽ പോകാനുള്ള ആവശ്യം. ഏകദേശം 300 രൂപ. സോ ഒരു ടിക്കറ്റ് റേറ്റ് 125 ക്രൗൺ തന്നെയാണ് ടിക്കറ്റ് റേറ്റ് ഇപ്പോഴും, അതിൽ മാറ്റമൊന്നുമില്ല. സോ നമുക്ക് പോകേണ്ടത് 3rd ഫ്ലോറിൽ ടവർ, 1st ഫ്ലോർ ടൂർ ഓഫ് ദി ചാപ്പൽ റൂം. പണ്ട് നടന്നു വേണമായിരുന്നു, സ്റ്റെയർ കയറി വേണമായിരുന്നു മുകളിൽ പോകാൻ. ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ട്, നല്ലൊരു കാര്യമാണ്. ലിഫ്റ്റ് വന്നായിരുന്നു സ്റ്റെയർ മുഴുവൻ കയറണ്ട, നമുക്ക് തിരിച്ച് സ്റ്റെയർ ഇറങ്ങി വരാം. കയറാൻ എന്നെ കൊണ്ട് വയ്യ. അതുപോലെ തന്നെ കൊറോണ ആയതുകൊണ്ട് ബിൽഡിങ്ങുകളുടെ അകത്ത് കയറുമ്പോൾ കമ്പൽസറി ആയിട്ട് മാസ്ക് വയ്ക്കണം. ഇവിടെ കൊറോണ ഒന്നും ഇല്ല, എന്നാലും പ്രൊട്ടക്ഷൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അവർ മൊത്തം നോക്കുന്നത്. ഇനി സ്റ്റെയർ കയറാനുണ്ട്. സോ എലിവേറ്ററിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്റ്റെയർ കയറണം. അത് ഭംഗിയുള്ള സ്റ്റെയർ കേട്ടോ. ഇവിടെ എലിവേറ്റർ എന്ത് വേണമെങ്കിൽ, പക്ഷേ രസത്തിന് ഞാൻ സ്റ്റെയർ കയറാം. സ്റ്റെയർ കയറാമെന്ന് വിചാരിച്ച് പണിയാവോ? ഏകദേശം ഒരു 10 നിലയോളം സ്റ്റെയർ മുകളിൽ കയറാനുണ്ട്. ലിഫ്റ്റിൽ പോയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, ഇങ്ങനെയെങ്കിലും കുറച്ച് എക്സസൈസ് ചെയ്യാമല്ലോ. 4 മാസം വീടിൻ്റെ അകത്തിരുന്നിട്ട്
ഇടയ്ക്ക് പുറത്തിറങ്ങിയത് അവരൊക്കെ നടന്നില്ലെങ്കിൽ ഒരു സുഖമല്ല. നടന്ന് നമ്മൾ ഏകദേശം മുകളിലെത്തി. ഈശ്വര, ഇനി നമുക്ക് കയറാനുള്ളത് ആ കഴിഞ്ഞ ചെറിയ കോഴിപ്പടിയാണ്, സ്പൈറൽ പോലത്തെ. ഇവിടെയും ട്രാഫിക് കൺട്രോളൊക്കെ ഉണ്ട്. സോ റെഡ് മാറി പച്ചയായി കഴിഞ്ഞാൽ മാത്രം മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നോക്കാം. നല്ലൊരു കയറ്റമാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. അങ്ങനെ നമ്മൾ ഓൾഡ് ടൗൺ ഹാളിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഈ വ്യൂ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും മുകളിൽ കയറിയത്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പ്രാഗിൻ്റെ ഭംഗി കാണണമെങ്കിൽ അതെവിടെയെങ്കിലും മുകളിൽ നിന്ന് കയറി നിന്ന് തന്നെ കാണണം. മനോഹരമായ പ്രാഗ് നഗരം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ദൂരെ കുന്നിൻ്റെ മുകളിൽ കാണുന്നതാണ് പ്രാഗ് കാസിൽ. നമ്മളങ്ങോട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാഗ് കാസിലിൻ്റെ ചുറ്റുപാടും കാണുന്നതൊക്കെ ഓരോരോ പാലസുകളാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് പ്രാഗ് കാസിൽ. അതുകൂടാണ്ട് ഇപ്പുറത്തൊരു കുന്നിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ദൂരെ കാണാൻ പറ്റുമോയെന്നറിയില്ല, ഒരു ഐഫിൽ ടവറിൻ്റെ ഷേപ്പിലുള്ളൊരു ടവർ കാണാം. അതാണ് പെട്രിൻ ടവർ. അതും പ്രാഗിലെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ നിങ്ങൾ ഈ ബിൽഡിങ്ങുകൾ നോക്കും. എല്ലാ ബിൽഡിങ്ങുകളുടെയും മുകളിൽ ചുമന്ന നിറത്തിലുള്ള മേൽക്കൂര. ഈ ഒരു ഭംഗി കാരണമാണ് പ്രാഗ് റൂഫ് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ആ കാണുന്നതാണ് പൗഡർ ടവർ. നമ്മളിപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ അപ്പുറം കാണുന്നതാണ് ന്യൂ പ്രാഗ്. ഇനി ഈ സൈഡിലാണ് സകല ഭംഗിയുള്ള ഐറ്റംസ് ഉള്ളത്. നമ്മൾ നേരത്തെ നിന്നിരുന്ന ഓൾഡ് ടൗൺ സ്ക്വയർ. സോ ഇതാണ് ഓൾഡ് ടൗൺ സ്ക്വയറിലെ വേറൊരു ഫേമസ് കെട്ടിടം. ഇതിൻ്റെ പേര് ചർച്ച് ഓഫ് അവർ ലേഡി ബിഫോർ ടീൻ എന്നാണ്. ഇത് 14-ാം നൂറ്റാണ്ടിൽ പണിത ഒരു പള്ളിയാണ്. ഇവിടുത്തെ പ്രശസ്തമായൊരു റോമൻ കാത്തലിക് ചർച്ച്. ഇനി അവിടുന്ന് നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ സ്ക്വയർ കാണാൻ പറ്റും. സോ സെൻട്രൽ സ്ക്വയറിൽ നിങ്ങൾക്ക് 2 മെമ്മോറിയൽ കാണാൻ സാധിക്കും. അതിൽ ഇടതുവശത്ത് കാണുന്നു, അതിന് യാൻ ഹസ് മെമ്മോറിയൽ എന്നാണ് പറയുന്നത്. പഴയ ഒരു ഫിലോസഫറായിട്ടുള്ള യാൻ ഹസ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ 1915 പണിത ഒരു മെമ്മോറിയലാണ്. അദ്ദേഹമാണ് പ്രാഗിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് എന്ന ആശയം കൊണ്ടുവന്നു. അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഹംഗേറിയൻ എംപയറിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് മരിയൻ കോളം എന്ന് പറയുന്നൊരു കോളമാണ്. ഇത് സാധാരണ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള പ്രാഗ് വീഡിയോകളൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് താഴെ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ശരിക്കും ഇവിടെ നിൽക്കുമ്പോഴാണ് എന്തോരം ടൂറിസ്റ്റ് കുറവാന്നുള്ളത് ഫീൽ ചെയ്യുന്നത്. സാധാരണയൊക്കെ ഈ ഓൾഡ് ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത് തിങ്ങി നിറഞ്ഞായിരിക്കും പെർഫോമേഴ്സിനെ കൊണ്ടും അത് കാണാൻ നിൽക്കുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടൊക്കെ. പക്ഷെ കൊറോണയുടെ ഒരു ഭീകരമായ ഇഫക്റ്റ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെയൊക്കെയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഗ് എന്ന് പറയുന്നൊരു നഗരം മെയിനായിട്ട് ടൂറിസത്തെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ റവന്യൂ സോഴ്സ്. സോ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരുടെ റവന്യൂ ശരിക്കും ബാധിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ കൊറോണ കാലം. ഈ സ്ക്വയറിൻ്റെ ഈ മൂലയ്ക്ക് കാണുന്ന ഈ പള്ളിയാണ് സെൻറ്റ് നിക്കോളാസ് ചർച്ച്. 18-ാം നൂറ്റാണ്ടിൽ ബറോക്ക് സ്റ്റൈലിൽ നിർമ്മിച്ച ചർച്ചാണിത്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് ചർച്ച്. സോ ഇവിടെ എല്ലാ രീതിയിലുള്ള ചർച്ചുകളും നമുക്ക് കാണാം. അപ്പം നമുക്ക് താഴെ പോയാലോ.
ഇതാണ് പ്രാഗിൻ്റെ ഒരു സൈഡ്, ഓൾ ടൗൺ ഏറ്റവും നന്നായി കാണാനായിട്ട് ഷുവർലി ഐ വിൽ റെക്കമെൻഡ്. ഇതിൻ്റെ മുകളിൽ കയറാം. 125 KC ആണ് ടിക്കറ്റ് ചാർജ്. ഏകദേശം 370-400 അടുത്ത് വരും. പക്ഷെ എന്നാലും വർത്തിട്ട്. അപ്പം നമ്മൾ തിരിച്ച് ലിഫ്റ്റ് ഇറങ്ങി പോവാണ്. ലിഫ്റ്റ് ഇറങ്ങി താഴത്തെത്തി. ഇതാണ് ഞാൻ മുകളിൽ നിന്ന് പറഞ്ഞ മരിയൻ കോളം. ഇത് ഇപ്പോൾ വീണ്ടും രണ്ടാമത് അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1650 സ്ഥാപിച്ചൊരു മോണുമെൻ്റ് ആയിരുന്നു ഇത്. പക്ഷെ 1918 ചെക്കോസ്ലോവാക്യ ഫോമായി കഴിഞ്ഞപ്പോൾ അവർ അന്നത്തെ ഹംഗറി എംപയറിനോടുള്ള ദേഷ്യം തീർത്തത് ഇത് ഡെമോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ മേയർ തീരുമാനിച്ചു ഇത് രണ്ടാമത് തിരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇത് വീണ്ടും വന്നത്. ഇത് ഓഗസ്റ്റ് പകുതിയോടുകൂടി ഇത് ഫുള്ള് ഇതിൻ്റെ പണി കഴിയുമെന്നാണ് ഇത് പറയുന്നത്. നിങ്ങൾക്കവിടെ ശരിക്കും കാണാൻ പറ്റും. ഇത് ആൾക്കാർ വന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു ഏരിയ. ഇവിടെ സൈഡിൽ കൂടെ പാട്ട് നടക്കുന്നുണ്ട്, ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഓൾ ടൗൺ സെൻറ്ററിലെ വിശേഷങ്ങൾ. എനിക്ക് വയ്യാതെ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന്. കാരണം ഒരുപാട് വലുതാക്കി കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ. സോ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. എനിക്ക് ഇതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതിന് അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.